തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനാണ് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്ക്. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലാണ് സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റത്. സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു നൃത്തപരിപാടിയിൽ, വലിയൊരു നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉമാ തോമസ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. സ്റ്റേഡിയത്തിലേക്ക് കയറുമ്പോഴാണ് അപകടം. ഇതാണ് ആ സ്റ്റേഡിയം പ്രേക്ഷകർക്ക് കാണാം. സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് അപകടം ഉണ്ടായത്. സ്റ്റേജിൽ കൈവരിക്ക് പകരം റിബൺ കെട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്റ്റേജിൽ കൈവരിക്ക് പകരം റിബണാണോ കിട്ടുക? അതെങ്ങനെയാണ് അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. താഴെ നിന്ന് മുകളിലേക്ക് അത്യാവശ്യം നല്ല ഉയരമുണ്ട്. ഒരു 1.5 ആൾ പൊക്കം അവിടെയുണ്ട്. അവിടെ അതിൽ VIP ഗാലറിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാനെ കണ്ട് ഹസ്തദാനം ചെയ്ത് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് കാൽ വഴി താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ എഡ്ജിൽ നിൽക്കുമ്പോൾ കാൽ വഴി താഴേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് അതിൽ സുരക്ഷിതമായൊരു കൈവരി ഉണ്ടാവാതിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അത് ഉറപ്പായും അത് വരും മണിക്കൂറുകളിൽ ചർച്ചയാവേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എപ്പോഴും അവിടെ പരിപാടി നടക്കുമ്പോൾ സ്റ്റേജ് കെട്ടുന്നത് ഇങ്ങനെയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും MLA വീണതിന് ശേഷം പരിപാടി നിർത്തിയെന്നാണ് അറിയാനും കഴിയുന്നത്. അതൊന്നുമല്ല പ്രധാനം MLA യുടെ ആരോഗ്യനില തന്നെയാണ്. നേരത്തെ ഡോക്ടർമാർ സംസാരിച്ചു. പരിക്ക് ശ്വാസകോശത്തിനും തലച്ചോറിനുമാണ് പരിക്കുള്ളത്. ശ്വാസകോശമുള്ള പരിക്ക്, വീഴ്ചയുടെ ആഘാതത്തിൽ വാരിയലിൽ കയറിയാണ് ശ്വാസകോശത്തിന് പരിക്കുള്ളത്. ആന്തരിക രക്തസ്രാവം നിലവിലില്ല. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും പറയുന്നുണ്ട്. ദിലീപ് കുമാർ തുടരുന്നു. ദിലീപ്, ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് എപ്പോഴാണ് നമുക്കൊരു അറിവ് കിട്ടുക? ഈ ഡോക്ടർമാരുടെ അടുത്തൊരു പ്രതികരണം എപ്പോൾ പ്രതീക്ഷിക്കണം ദിലീപ്? ഹാഷ്മി, ഡോക്ടർമാരുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് കരുതാം. ഇപ്പോൾ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് വിദഗ്ധ ഡോക്ടർമാർ ഉമാ തോമസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. ശ്വാസകോശത്തിനും വാരിയെല്ലിനും തലച്ചോറിനുമാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ശ്വാസകോശത്തിലേക്ക് വാരിയൽ ഒടിഞ്ഞ് കയറിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടത്തിലുള്ള ചികിത്സ. നിലവിലേതായാലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന കാര്യം ഡോക്ടർമാർ പറയുന്നു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ഥിതി ഗുരുതരമല്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. 24 മണിക്കൂർ സ്ഥിതികൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, ആരോഗ്യനില നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചുള്ള ഒരു ചികിത്സയാണ് നടക്കുന്നത്. ENT, ഓർത്തോപീഡിക്, ന്യൂറോ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ സംയുക്തമായാണ് ഈ ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമാ തോമസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 15 അടി ഉയരത്തിൽ നിന്നാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ഉമാ തോമസ് താഴേക്ക് വീണത്. അവിടെ മൃദംഗനാദം എന്ന ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്, അത് വീക്ഷിക്കുന്നതിനാണ് ഉമാ തോമസ് ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയത്. 12,000-ഓളം നർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഉമാ തോമസ് മുകളിലേക്ക് ഏതാണ്ട് 20 പടിയോളം ചവിട്ടിയാണ് മുകളിലേക്ക് എത്തേണ്ടിയിരുന്നത്. അവിടെ VIP-കൾക്കായി ഏതാണ്ട് 40ഓളം സീറ്റുകൾ തയ്യാറാക്കിയിരുന്നു. അവിടെ വെച്ചാണ് ഈ പെട്ടെന്ന് ഉമാ തോമസ് പെട്ടെന്ന് തന്നെ ഒരു പിടിക്കുന്നതിന് വേണ്ടി അവിടെ ബാരിക്കേഡാണ് എന്ന് ധരിച്ച് റിബണിലേക്കാണ് പിടുത്തം ഉണ്ടായിരുന്നത്. ബാരിക്കേഡ് പ്രത്യേകമായി സ്ഥാപിച്ചിരുന്നില്ല, അതിൽ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, ആ പടിക്ക് കൈവരികൾ ഉണ്ടായിരുന്നില്ല, പകരം റിബണായിരുന്നു. ആ റിബണിൽ പിടിച്ചു പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ് ചെയ്തത്. അത് ആ വീഴ്ചയുടെ ആഘാതത്തിൽ തലയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായി. അത് ചെവിയുടെ ഈ വശം ചേർന്നാണ് വീണത്. അതുകൊണ്ട് ചെവിയുടെ ഈ ഭാഗത്തും അതോടൊപ്പം തന്നെ അവിടെ ഈ ഒരു വശം ചരിഞ്ഞാണ് ഉമാ തോമസ് വീണത്. അത് ഈ തലയുടെ ഈ ഭാഗത്തുമൊക്കെ അത് പരിക്കേൽക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്രയും ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ശരീരത്തിൽ നിരവധി സ്ഥലത്ത് പരിക്കുകൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഈ പരിക്കുകളുടെ ആഴം എത്രത്തോളം എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പ്രാഥമിക പരിശോധനയിൽ നടത്തി. ഏതായാലും ഇതിൽ ഇപ്പോൾ ഒരു ഡോക്ടർമാർ ഇനി അടുത്തതായി ശ്വാസകോശത്തിലെ ഇതെങ്ങനെ നീക്കം ചെയ്യാമെന്നത് സംബന്ധിച്ചാണ്, ഈ വാരിയലിൽ ഒടിഞ്ഞു കയറിയത് എങ്ങനെ നീക്കം ചെയ്യാമെന്നതാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത്. അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യം ഇപ്പോഴില്ല, അമിതമായ രക്തസ്രാവം ഇല്ല എന്ന കാര്യവും ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, ദിലീപ് കുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. 24 മണിക്കൂർ നിരീക്ഷണം തുടരുകയാണ്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതരമായ പരിക്കുള്ളത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ വെച്ചായിരുന്നു അപകടം. ആത്മാഗസ്യനായി മൃദംഗാവിഷൻ എന്തോ പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായി എപ്പോഴാണ് അപകടമുണ്ടായത്.
ഈ സ്റ്റേജിന് കൈവരി ഉണ്ടായിരുന്നില്ല. കൈവരിക്ക് പകരം കെട്ടിയിരുന്നു റിബൺ പോലെ എന്തോ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാല് വഴുതി റിബണിൽ പിടിച്ചു. റിബണിൽ പിടിക്കുമ്പോൾ സ്വാഭാവികമായും പിടികിട്ടിയില്ല, താഴേക്ക് വീഴുകയായിരുന്നു. ഒരു ഒന്നൊന്നര പൊക്കത്തിൽ നിന്നാണ് താഴേക്ക് MLA വീണത്. ആ വീഴ്ചയിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ എല്ലാ പരിക്കുകളും MLAക്ക് ഉണ്ട്. അത് കുറച്ച് തലച്ചോറിനും ശ്വാസകോശത്തിനും ആ പരിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർമാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അത് സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ചികിത്സകൾ നൽകുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരെ വിളിക്കുകയും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. ഓർത്തോ വിഭാഗത്തിൽപ്പെട്ട, ന്യൂറോ വിഭാഗത്തിൽപ്പെട്ട ഏതൊക്കെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ആവശ്യമുണ്ടോ ആ ചികിത്സയ്ക്ക്